2018 പ്രളയത്തിന് ശേഷം ഓരോ മഴ പെയ്യുമ്പോഴും നമ്മുടെയൊക്കെ ഇടനെഞ്ചിൽ തീയാണ്. ഇനി കഴിഞ്ഞ വർഷത്തെ വയനാട് അനുഭവം കൂടിയായപ്പോൾ, ദുരന്തം കൂടിയായപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് മൂർത്തു. ഇനി ഉത്തരകാശി കൂടി കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചോദ്യങ്ങളുണ്ട്. മഴ പെയ്യുമോ? മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്നതൊക്കെ. എന്തായാലും കൃത്യമായ കാലാവസ്ഥ മുന്നറിയിപ്പ് ഇനി AI നൽകും. മഴ പ്രവചനങ്ങൾ നൽകുന്നതിനായി കോട്ടയം കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം AI അധിഷ്ഠിത പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുകയാണ്. മൊബൈൽ ആപ്പ് വഴി ആളുകൾക്ക് വിവരങ്ങൾ അറിയാൻ കഴിയുന്ന രീതിയിലാണ് ഐ ഇൻ ദ സ്കൈ എന്ന പ്രോജക്റ്റ് തയ്യാറാക്കുന്നത്. റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ച് അവധി നൽകിയാൽ വെയിൽ, അലർട്ടുകളൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ അപ്രതീക്ഷിത പെരുമഴ. പെട്ടുപോകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. എന്നാൽ കൂടുതൽ കൃത്യവും പ്രാദേശിക വിശദാംശങ്ങൾ അടങ്ങുന്നതുമായ കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് കടക്കുകയാണ് കോട്ടയത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം. AI സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിലാണ് ഈ നീക്കം. ഉപഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഓരോ പ്രദേശത്തെയും മുൻകാല മഴ ചരിത്രങ്ങളും പ്രകൃതി സവിശേഷതകളും അവലോകനം ചെയ്യുന്നത് AI ആണ്. മൊബൈൽ ആപ്പ് വഴി ആളുകൾക്ക് വിവരങ്ങൾ അറിയാൻ കഴിയുന്ന രീതിയിലാണ് ഐ ഇൻ ദ സ്കൈ എന്ന പ്രൊജക്ട് തയ്യാറാക്കുന്നത്. 2 മണിക്കൂർ മുമ്പേ അതാത് പ്രദേശത്തിന്റെ കാലാവസ്ഥ അറിയാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ AI എന്ന് പറയുന്നത്, AI എന്ന് ഞാൻ ജനറലായിട്ട് പറഞ്ഞെങ്കിലും മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് റിസർച്ച് ഫീൽഡിൽ വളരെയധികം ഇപ്പം ആളുകൾ റിലയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒട്ടും പുറകോട്ട് പോകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മേഘഘടന, അതുപോലെ തന്നെ മഴയുടെ പാറ്റേൺസ്, ഇതെല്ലാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനോമിനാസ് ആണ്. എപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അതിനെ കറക്റ്റായിട്ട് ക്യാരക്ടറൈസ് ചെയ്തിട്ട് ഒരു മോഡൽ ഫിറ്റ് ചെയ്തിട്ട് പഠിക്കാൻ അത് വളരെ എക്സ്പെൻസീവ് ആണ് കമ്പ്യൂട്ടേഷനിൽ, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ മെഷീൻ ലേണിംഗ് പോലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തുള്ള വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസ് നമുക്ക് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കാം. നമ്മുടെ ഒരു ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഇവന്റ്സ് മിസ്സാകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇനിഷ്യലായിട്ട് അതിനെ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ, അപ്പം നിങ്ങൾ ആ മാപ്പ് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മഴ ഇപ്പം വളരെ ചെറിയ മഴ 0.1 mm അല്ലെങ്കിൽ 0.2 mm കാണിക്കുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യണമെന്നില്ല. കാരണം നമ്മൾ അതല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള ഇവന്റ് 20 mm, 25 mm, 30 mm ഒരു സ്ഥലത്ത് പെയ്യുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിൽ ക്യാപ്ചർ ആവണം. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കമ്മിങ് ഡേയ്സിൽ ഇതിന് ട്രെയിനിങ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഈവൻ സ്മോളർ റെയിൻഫോൾ കൂടിയും ബെറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മോഡലിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നൊരു പെർഫോമൻസ് ഇത് കാണിക്കുന്നുണ്ട്. പെട്ടെന്നുള്ളതും തീവ്രവുമായ മഴയെ നേരിടുന്നതിന് ജനങ്ങളെ ഇങ്ങനെ സജ്ജരാക്കാൻ കഴിയും. തീവ്രമഴ സംബന്ധിച്ചും മണ്ണിടിച്ചിൽ സംബന്ധിച്ചും സമയബന്ധിതമായ മുന്നറിയിപ്പുകൾ നൽകാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്കടക്കം ഇത് ഏറെ പ്രയോജനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ ഗവേഷണ വികസന ഉച്ചകോടിയിൽ ICCS ഈ പദ്ധതി അവതരിപ്പിക്കും. കൂടുതൽ സാങ്കേതിക സഹകരണത്തോടെ ഭാവിയിൽ പദ്ധതി വിപുലപ്പെടുത്താനാകുമെന്ന് ICCS വ്യക്തമാക്കി. ജനം, കോട്ടയം.